ഇതിപ്പോ എത്ര ഉറുപ്പിക കൊടുക്കും? ഇതിപ്പോ 18 ഉറുപ്പിക സാധനം ഇപ്പൊ കൊടുക്കും. 2 വയസ്സ് കഴിഞ്ഞ് 15 ഉറുപ്പിക ഞാൻ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കണില്ല. 18 ഉറുപ്പിക കറക്റ്റ് കിട്ടിയാ കൊടുക്കുന്നുണ്ടാണ് ഇപ്പൊ ഈ സാധനം ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോ മൊത്തം 10 ഉറുപ്പിയാണ് ഇപ്പൊ പറഞ്ഞത്. ആടും 2 കുട്ടികളും കൂടിയിട്ട് 10 ഉറുപ്പിക്ക് പറഞ്ഞിട്ട് കച്ചവടമായിട്ട് നിൽക്കുകയാണ്. 10 ഉറുപ്പിക ഈ ആടും 2 കച്ചവടമാക്കിയാ. അതാണ് എത്ര 4 2 4 6 അത് കറുത്താട് ഇറച്ചിക്ക് കൂടെ മേനിക്ക് കണക്കാക്കി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 3 2 5 എണ്ണത്തിന്റെ കച്ചവടമാണ്. 5 കൊറ്റന്മാരെ കച്ചവടം നടക്കുന്നത്. കച്ചവടം സെറ്റായില്ല. ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ എത്ര ഉറുപ്പിക പറഞ്ഞത്? ഇപ്പൊ 8 ഉറുപ്പിക പറയുന്നുണ്ട്. 5 എണ്ണം ചോദിക്കുന്നുണ്ട്. അപ്പൊ 5 എണ്ണത്തിന് ഒന്നിച്ച് എടുക്കണെങ്കിൽ 6 ഉറുപ്പിക അല്ലേ? 5 എണ്ണത്തിന് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 6 ഉറുപ്പിയാണ് പറഞ്ഞത്. 6000 ഉറുപ്പിക ഒന്നിന് വില പറഞ്ഞിട്ടുണ്ട്. ഒക്കെ കൊറ്റനാണ്. അവിടെയും കൊറ്റനാണ്. വാങ്ങേണ്ടവരൊക്കെ വേഗം വാങ്ങിക്കോളി. ഇനി സാധനം വരാനില്ല അല്ലേ? ലാസ്റ്റ് വണ്ടിയാണ്. വാങ്ങേണ്ടവരൊക്കെ വേഗം വാങ്ങിക്കോളി. അപ്പൊ നമ്മള് ഒറ്റപ്പിളാവുള്ള ആടുചന്തയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ചന്തയുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് മുഴുവനായിട്ട് കാണും. അപ്പൊ ഇത് വന്ന ഒരു നല്ല അടിപൊളി കൊറ്റനാടാണ്. അടുത്ത വണ്ടി അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. നല്ല നല്ല മുട്ടനാടുകള് കണ്ടോളെ. നാടൻ ആട് കൊണ്ടുപോകല്ലേ? 300 വില വരുന്ന നല്ല മുട്ടനാടുകള് കണ്ടോളെ. വന്ന ആടുകൾ അടുത്ത വണ്ടി ഓരോരോ വണ്ടികളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 2 3 4 5 6 എണ്ണത്തോളം ഉണ്ട്. 6 എണ്ണം ഉണ്ട്. ഇപ്പോൾ അടുത്ത വണ്ടിക്ക് വന്ന് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ആടുകളായി നമ്മുടെ ചന്തയിൽ ഇപ്പോൾ ആടുകളായി. ഇതൊക്കെ ഇപ്പോൾ ആടിനെ വാങ്ങിക്കാൻ വന്ന വണ്ടികളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് നല്ലൊരു ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് കുറച്ച് ആളുകൾ കുറവുണ്ടല്ലേ? ആള് വരാനുള്ളൂ. മഴ കാരണം പുറത്തിറക്കായിട്ട് ആ അതിപ്പോൾ കച്ചവടമൊക്കെ ഏകദേശം സെറ്റാവുന്ന തോന്നുന്നു. വില പേശാണ്. ഞങ്ങളെ ചന്തയിൽ വരുന്ന സമയത്ത് അവർ ആദ്യം വിൽക്കുന്ന ആളൊരു വില പറയും. വില പറഞ്ഞ് നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന ഒരു വില അവരോട് പറയാം. പറഞ്ഞ് ഓക്കെ ആണെങ്കിൽ നേരെ കച്ചവടം. അപ്പോൾ വില കൊണ്ട് ഒത്തില്ല. അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നു. വില ബാർഗെയിനിങ് ആണ്. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ വിലയുടെ ബാർഗെയിനിങ് അതാണ്. അത് പിടിമ്പലിയാണ് ആട്. എന്താ കയറ് പിടിച്ച് വലിച്ചെടുക്കുന്നു.
ഇപ്പോൾ 7 ഉറുപ്പ്യ 7.15 ചോദിച്ചിട്ടുണ്ട്. 7 ഉറുപ്പ്യ ഇപ്പോൾ മേടിക്കാൻ വന്നതാണ്. ഇപ്പോൾ 7 ഉറുപ്പ്യക്ക് വില റെഡി ആയില്ല. കച്ചവടമായി സാധനം ഏകദേശം സാധനം കച്ചവടമായി. എന്നാലും പിടിവാശിയിൽ നിൽക്കണം. എന്താ വില അത്രയും ബാർഗൻ ചെയ്ത് ഇതാണ് ചന്തയിലെ കച്ചവടം. വിൽക്കാൻ വരുന്ന ആളും വാങ്ങിക്കാൻ വരുന്ന ആളും തമ്മിൽ വിലയുടെ ബാർഗനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാങ്ങിക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾക്ക് മുതലാവേണ്ടി എടുക്കുക, വിൽക്കാൻ വരുന്ന ആളുകൾ അവർക്കൊരു വില പറയും. അതിന് മാക്സിമം ബാർഗൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനാണ്ട് റെഡിയാക്കിയത് അതിനെ കച്ചവടം നടക്കട്ടെ. സാധനം കച്ചവടം അതന്നെ ആള് വരുന്നേ ഇവിടെ. അപ്പൊ അത് സാധനം കച്ചവടമായി പോയി. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് മൊത്തമായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകണല്ലേ. അത്രയും ആടുകൾ ഇപ്പോൾ മൊത്തമായിട്ട് വാങ്ങിച്ച് കെട്ടിയിരിക്കുകയാണ്. 3, 2, 5 എണ്ണത്തിനെ ഒരുമിച്ച് വാങ്ങിച്ച് കെട്ടിയിരിക്കുന്നു. അപ്പോൾ അടുത്ത കച്ചവടം നടക്കും. ഇതൊക്കെ ഏകദേശം ചെറിയ ആടുകളാണ്. ഏകദേശം ഒരു 7 കിലോ ടു 10 കിലോയുടെ ഉള്ളിൽ വരുന്ന ആടുകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അത് വില ബാർഗനിങ് നടക്കുകയാണ്. മേടിച്ചതിനൊക്കെ ആ സൈഡിലേക്ക് മാറ്റി കെട്ടിയിട്ടുണ്ട്. ആടിന്റെ വിളക്കല്ല പഠിക്കുന്നത്. ഇവിടെ കൊടുത്താക്കിയറാ ആട് വന്നേ കഴിയുള്ളൂ. അവിടെ കൊടുത്താക്കിയറാ. അതിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ കൊടുത്താക്കിയറാ. ഇവിടെ കുട്ടിയെ സാധനം പിടിക്കണ്ട. ആട് ഞാൻ ഒരു മിനിറ്റ് ഇപ്പൊ പോരാ. അതൊന്നിച്ചുകൊണ്ടായിരുന്നു വേദന. ഞാൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ചന്തയിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാക്സിമം ബാർഗൈനിങ്. റെഡിയാക്കി അതന്നെ അതാണ് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അത് മൊത്തമായിട്ട് ഒന്നിച്ചാണ് കച്ചവടമാക്കി. ഒന്നിച്ച് കച്ചവടമാക്കി മൊത്തം കച്ചവടമാക്കി ഇപ്പോൾ ഇതാക്കണം. അടുത്ത കച്ചവടം നടക്കും. കച്ചവടമായത് ഇപ്പോൾ വണ്ടിയിൽ കയറ്റി. അതിനൊരു മര്യാദ വിലയിലാണ് റെഡിയാക്കില്ലേ. അടുത്ത ആഴ്ചയിൽ ഇവിടെ ആൾക്കാർ വരണ്ടേ. അതന്നെ അവിടെ വാങ്ങിച്ചു കൊണ്ടുപോയ ആൾക്കാർ അവിടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ കുറച്ച് ആളുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളെ അനുസാദിക്കണം. നിങ്ങൾ എവിടുന്ന് വരുന്നത്? സാധനം എടുത്താ? ഇത് നമ്മളെ മൊയ്തീനിക്കാണ്. നിങ്ങൾ എവിടുന്ന വരുന്നത്? ആടിന് എടുക്കാൻ വന്നാ? രണ്ടിനും കൂടി വന്നാണ്. ഇന്ന് കച്ചവടം ആയ വല്ലതും? കുറച്ച് കൊടുത്ത്. അപ്പൊ മൊയ്തീനിക്ക കടവല്ലൂരിന്ന് ഇപ്പൊ ആടിനേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. കച്ചവടമായി. അതാണ് ചന്ദ്രപ്രത്യേകത. ഇവിടെ വന്ന വില കുറവിൽ സാധനം കൊണ്ടുപോകും അല്ലേ. അടുത്ത ലോഡ് വന്നെടുക്കും. അപ്പൊ
അപ്പോൾ അടുത്ത കച്ചവടം നടക്കുന്നുണ്ട്. ഈ ആടിൻ്റെ കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല കറുത്ത പെണ്ണാട്, കറുത്ത പെണ്ണാട് വില പേശി നിൽക്കണില്ല. വില പേശിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. വില പേശി അത് നടക്കും. ഇവിടെ ഇവര് രണ്ടാടിൻ്റെയും മാത്രമല്ല ഒന്നും ഇപ്പോൾ പറയണത് 12,500 12,500 ഇപ്പോൾ വില കൊടുക്കുന്നത്. 13 കിട്ടണം എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടുന്ന ആൾ പറഞ്ഞത്. 12,500 ഇപ്പോൾ വില പറഞ്ഞത്. 13 കിട്ടിയാൽ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കച്ചവടം ആവുമത്. കാര്യം പറയട്ടെ, അത് ഏകദേശം മൂന്നെണ്ണം ഇപ്പോൾ ഏകദേശം കച്ചവടമായി. ഏകദേശം 12,500 വെച്ചിട്ട് തന്നെ ഏകദേശം കച്ചവടമായി. എന്താ സാധനം കച്ചവടമായി, സാധനം പോയി. ഇപ്പോൾ അടുത്ത ആടിൻ്റെ കച്ചവടം നടക്കുന്നു. അടുത്ത 2 എണ്ണം. അടുത്ത 2 എണ്ണത്തിന് കച്ചവടം കയറെടുക്കും. ആ രണ്ടെണ്ണം കച്ചവടമായി. അടുത്ത കച്ചവടം. അപ്പം അത് വില കൊണ്ട് ഒത്തില്ല. ഇങ്ങോട്ട് പോരാ ആട് കൂടുതലാണ് പോരാ. ഇങ്ങോട്ട് പോരാ. 12,000 എന്താണ് പറഞ്ഞത്? 12 വില കിട്ടിയില്ല. അതിലൊന്നിന്റെ കാര്യം ധൈര്യമായി കിട്ടൂടി. അവിടെ തന്നെ ഈ 2 എണ്ണത്തിന്റെ കച്ചവടമാണ്. വില ബാർഗൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആടിന്റെ വില പറഞ്ഞു അപ്പൊ അത് കച്ചവടം സെറ്റായില്ല. അപ്പോൾ ഇതില് ഇപ്പോൾ 3 എണ്ണം വലിയൊരാടിനെ നിൽക്കുന്നു. ഇതിപ്പോൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകണ ആളുകൾ കണ്ടില്ലേ. എനിക്ക് അതാ വരുന്നത്. കറുത്ത ആടിനെ കൊണ്ടവർക്ക് കറുത്ത ആട്. ഇവിടെ 2 കൊച്ചന്മാർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ വില പറഞ്ഞ നിങ്ങൾ ഇത്രളെ? അപ്പോൾ ഈ 2 എണ്ണത്തിന് ഈ വണ്ടിയിൽ പോകാൻ
ഇതിപ്പോൾ 12 റുപ്യാണ്. ഇപ്പോൾ ഈ കറുത്ത കൊച്ചിന് പറഞ്ഞിട്ടുള്ളത് 12 റുപ്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടം ആട് ഇവിടെ ഉണ്ട്. അതിന് ആരോഗ്യരക്ഷ ചെയ്യാം. വില കൊണ്ട് ഒക്കില്ല. ഇതാണ് ചന്തയിലെ കച്ചവടം. പിടിവലി കച്ചവടം. പിന്നെന്തിനാ നോക്കാൻ ഞാൻ പറഞ്ഞത് അവിടെ ഈ കച്ചവടം നടത്തുന്നത് എത്ര അവിടെ ഇതിപ്പോ ലാസ്റ്റ് 7 ചോദിച്ചാണ് ഞാൻ പറഞ്ഞ ആവശ്യം രാവിലെ തന്നെ എന്നോട് കൂടി ചോദിച്ചാണ്. ഈ മൂന്ന് തള്ളാറ് 2 കുട്ടിയുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇവിടെ വലിയ കൊറ്റന്മാരെ കൊണ്ടിട്ടുണ്ട്. വലിയ കൊറ്റനും പിടയാടുകളും. ഞാൻ പഠിക്കണമല്ല ആ 30 ഉറുപ്പ് കൊടുക്കണ്ട. പണി എന്തായിരുന്നു ഇതിപ്പോ ഞാനും ഇവിടുന്ന് നമ്മളത് കഴിഞ്ഞില്ല. എന്തായാലും പിടിക്കല്ലേ ഞാൻ പറഞ്ഞത്. അത് വില കൊണ്ട് ഒത്തില്ല. നമ്മുടെ ഇങ്ങനെ ചെയ്യില്ല അതാണ് ചന്തയിലെ കച്ചവടം. ഇപ്പം അത് സാധനം കച്ചവടമായി. അതാണ് പിടിച്ചു വെച്ചുള്ള കച്ചവടം. പിടിച്ചു വെച്ചുള്ള പിടിമൊഴി കച്ചവടമാണ് നടക്കുന്നത്. ഇത് മാന്യമായ വിലക്കാണ് ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ കച്ചവടമായുള്ളത്. തള്ളിന് 2 കുട്ടികളും. ആ തള്ളിന് 2 കുട്ടികളും നല്ല മാന്യമായ വില കച്ചവടം. വലിയ കൊറ്റ വില കൊണ്ട് ഒട്ടുന്നില്ല. നമ്മൾ ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വണ്ടിയിലെ ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോൾ 3 ആടുണ്ട്. നല്ല വലിയ ആടാണ്.
അതിൻ്റെ വില കൊണ്ട് ഒത്തില്ല. ഇതാണ് സാധനം. ഇതിന് എന്ത് രൂപ, എത്ര രൂപ കിട്ടും എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം അത് 18 റുപ്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 18 അല്ലേ? 12 ഒരു മര്യാദ വിലയാണ്. 18 രൂപ. വില കൊണ്ട് സെറ്റായില്ല. അടുത്ത നടക്കുന്നു കച്ചവടം. മൂന്നെണ്ണം അതൊന്നുമില്ല. ഞാൻ കൂടുതൽ പഠിച്ചില്ല. ഇതാണ് നമ്മുടെ ചന്തയിലെ പിടിവലി കച്ചവടം. അതായത് വില മാക്സിമം വർഗം ചെയ്തിട്ട് മേടിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനം കച്ചവടമായി. സാധനം കച്ചവടമായി. 2 മണിക്കൂറായി കുട്ടികളെ കൊണ്ടുപോയി പഠിച്ചിട്ട് സാധനം കച്ചവടമായി. ഇപ്പം അത് ഒന്നിന് 6000 റുപ്യ വെച്ചിട്ട് നമുക്ക് സാധനം കച്ചവടമായി. അടുത്ത കൊറ്റൻ്റെ കച്ചവടമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അടുത്ത കൊറ്റനാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില ഇപ്പോൾ എത്ര പറഞ്ഞാറില്ല. ഇപ്പോൾ സാധനം കച്ചവടമായി. ഇതിപ്പോൾ എത്ര രൂപയ്ക്ക് എടുത്ത്? എത്ര കൊടുത്ത്? ഇതിപ്പോൾ 12 റുപ്യാണ് ഇപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞിട്ടുള്ളത്. എന്നാലും വലിയ കുഴപ്പമില്ല. മാന്യമായ റേറ്റാണ്. ഇപ്പോൾ 12 റുപ്യ റേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്തതാ വലിയ കച്ചവടമാണ്. വലിയ കച്ചവടം നടക്കുന്നു. ഇതിനിപ്പോ കച്ചവടാക്കുന്നു. അതും കച്ചവടമായി. ആടും കച്ചവടമായി. ഇവിടെ ഒരു വലിയൊരു പിടിമ്പലി നടക്കുന്നു. വലിയൊരു പിടിമ്പലി നടക്കുന്നു. വില പറഞ്ഞു. അതിപ്പോൾ ഏകദേശം കച്ചവടത്തിൻ്റെ ലക്ഷം കാണാനുണ്ട്. സെറ്റായില്ല. സാധനം സെറ്റായില്ല. സാധനം സെറ്റായില്ല.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കച്ചവടം നടന്ന് പൈസ അതാ എണ്ണി കൊടുക്കും. അപ്പോൾ അടുത്ത ആടതാ വന്നിട്ടുണ്ട്. അടുത്ത കച്ചവടം നടക്കുന്നു. അപ്പം ഇന്നിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ആടുകൾ വാങ്ങിയിട്ടുള്ളത് നമ്മളെ ഉണ്ണിക്കാണ്. ഉണ്ണിക്കാണ് ഏറ്റവും കൂടുതൽ ആടുകൾ വാങ്ങിയത്. അവിടെ അടുത്ത കച്ചവടം നടക്കുന്നു. അത് വില പേശുന്നുണ്ട്. വില കൊണ്ട് സെറ്റായില്ല. ഇതിപ്പോ എത്രയെങ്കിലും വില പറഞ്ഞത്? ഈ ആടും 2 കുട്ടികളും 2 കുട്ടികളും 18 രൂപ. 18 രൂപ ഇപ്പോൾ വില പറഞ്ഞിട്ടുണ്ട്. ഞാൻ 20 രൂപ പറഞ്ഞു, 18 ചോദിച്ചു. ഇയാൾക്ക് 18 കൊടുക്കണം. 18 കൊടുക്കണ്. 18 കച്ചവടമായില്ലേ? 18 കച്ചവടം കഴിഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കാലോ. അത് ഡോളറാണ് തരുന്നത്. റുപ്യല്ല, ഡോളറാണ്. ഡോളറാ എന്റെ പോയില്ലേ ഇത് പറഞ്ഞാൽ അത് 2 കൂടി എന്താ 10 രൂപ. ചെറിയ 2 കുട്ടികളല്ലേ? ആട് മാത്രം ആട് മാത്രമായില്ല. ആട് മാത്രം 7 രൂപ. 10 രൂപ അറിഞ്ഞു 2 കൂടി 3 കൂടി അപ്പൊ ഇത് വില പറഞ്ഞിട്ട് ഇങ്ങനെ ബാർഗൻ ചെയ്ത് ഇനിയിപ്പോ ഞങ്ങൾ പണിക്കൂല. സാധനം ഏകദേശം കച്ചവടമായി. പറഞ്ഞതിലിപ്പോ മാറ്റൊന്നുമില്ല. അതിന് ചോദിക്കണ്ട. അതങ്ങനെ തന്നെ. ഇതിപ്പോ മൊത്തം 10 റുപ്യാണ് ഇപ്പൊ പറഞ്ഞത്. ആടും 2 കുട്ടികളും കൂടിയിട്ട് 10 റുപ്യക്ക് പറഞ്ഞിട്ട് കച്ചവടമായിട്ട് നിൽക്കുകയാണ്. 10 റുപ്യ. ഈ ആടും 2 കുട്ടികളും അതന്നെ. ഞാനിതിപ്പോ 500 കളയാൻ പറ്റുമോ നോക്കട്ടെ. 11 റുപ്യ വില പറഞ്ഞിരിക്കുന്നു. ഞാൻ പിടിച്ചോളാം നിൽക്കാം. വീടാ പിടിച്ചോളെ. അറിയാത്തൊരു പിക്കളിയുണ്ട്. അത് വില കട്ടിപ്പിടുത്തത്തിൽ നിൽക്കണ്. സെറ്റായില്ല, റെഡി ആയില്ല. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. വണ്ടിയിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ആദ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ വരിക, വന്ന് ചന്ത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് സ്വന്തം വണ്ടിയുള്ളവരെക്കാട്ട് വണ്ടിയുള്ളവർ വന്നോളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് അനുസരിച്ച് കൊണ്ടുപോകും. ഓരോരുത്തർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ദൂരം വഴിക്ക് വരുന്ന ആളുകൾ നിങ്ങൾ ആദ്യം ഒന്ന് ചന്തയിൽ വരിക, എന്നിട്ട് ചന്തയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഈ 4 എണ്ണം ഇപ്പോൾ കച്ചവടമായിട്ടില്ല. അപ്പോൾ ഈ 4 വലിയ കൊച്ചന്മാരിപ്പോൾ കച്ചവടമാവാതെ നിൽക്കുന്നു. 2 വയസ്സാണ് ഇതിന്. ഇതിപ്പോൾ എന്താ വില പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ ഇതിന് മാത്രം 26 രൂപ. 26 റുപ്യ വില പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ 3 മാത്രം 52 രൂപ. 3 52 റുപ്യ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്ക അതിപ്പോൾ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പറയുന്നത്. വില കൊണ്ട് വെക്കാതെ നിൽക്കണം. അവിടെ കച്ചവടം ഏകദേശം നടന്ന് പൈസയും കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കച്ചവടമൊക്കെ ഏകദേശം ഇപ്പോൾ 90% കച്ചവടം കഴിഞ്ഞു. ഇപ്പോൾ സാധനം ഏകദേശം കാലിയായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് കിട്ടിയ സാധനങ്ങളാണ്. ആ കാണുന്നൊക്കെ വാങ്ങിച്ച് കിട്ടിയില്ല.
അപ്പോൾ നമ്മുടെ വീഡിയോസ് എൻ്റെ ചെയ്യണം. ഇത്ര നേരം കണ്ടത് നമ്മൾ പെരുമ്പിലാവ് ചന്തയുണ്ട്. പെരുമ്പിലാവിൽ നിന്ന് നേരെ ഒറ്റപ്പിലാവുള്ള ആടുചന്തയാണ്. എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ചന്ത ഉള്ളത്. പുലർച്ചെ ഏകദേശം ഒരു 5-5:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയാകുമ്പോഴും ചന്ത അവസാനിക്കും. അപ്പോൾ ആടിന് ആവശ്യമുള്ള ആളുകളോട് വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബാർഗൈൻ ചെയ്ത് മേടിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.